ആകാശവാണി ദേശീയ നാടക പരിപാടി തൃശൂർ നിലയം അവതരിപ്പിക്കുന്ന നാടകം മഹാനായ പോരാളി രാജാ മഹേന്ദ്ര പ്രതാപ് സിംഗ്. മൂലരചന ആകാശ് പാഠക്. सप्तते अग्ने समिधः सप्त जिह्वाः सप्तर्षयः सप्तधाम प्रियाणि सप्तहोत्राः सप्तधात्वा यजन्ति सप्तयोनिरावृणस्वा घृतेन स्वाहा इदं नमामः. ॐ पूर्णमदः पूर्णमिदम् पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते. ॐ शान्ति शान्ति ശാന്തിഃ. ഇനി എല്ലാവരും ചേർന്ന് പറയൂ, ശ്രീകൃഷ്ണ ഭഗവാൻ കി ജയ്, ബാങ്കെ ബിഹാരി കി ജയ്, പരമപ്രിയ രാജാ മഹേന്ദ്ര പ്രതാപ് സിംഗ് കി ജയ്. നമ്മുടെ പുത്രന്റെ ജന്മോത്സവത്തിന് അനുഗ്രഹം ചൊരിയാൻ എഴുന്നള്ളിയെത്തിയിട്ടുള്ള എല്ലാ അതിഥികൾക്കും മിത്രങ്ങൾക്കും അഭ്യുദയകാംക്ഷികൾക്കും ഹൃദയപൂർവ്വം സ്വാഗതമരുളുന്നു. ഈശ്വരകൃപയാൽ ഈ മഹായജ്ഞം വിഘ്നങ്ങൾ കൂടാതെ പൂർത്തിയായിരിക്കുന്നു. ഇനി നിങ്ങൾ ഓരോരുത്തരും അതത് ഇരിപ്പിടങ്ങളിൽ ആസനസ്ഥരായാലും. മിത്രമേ, സുഖം തന്നെയല്ലേ? മഹാഭാഗ്യം മഹാഭാഗ്യം. മഹാമനസ്കനായ മദൻ മോഹൻ മാളവ്യജി, നമസ്കാരം. നമസ്കാരം. അങ്ങ് തീർച്ചയായും ഇവിടെ എത്തണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. വന്നാലും ഇവിടെ ഇരുന്നാലും. രാജാ മഹേന്ദ്ര പ്രതാപ് സിംഗിനെ പോലെയുള്ള എന്റെ പ്രിയ സുഹൃത്തിന്റെ മകന്റെ ജന്മദിനാഘോഷങ്ങളിൽ ഞാൻ വരാതിരിക്കുമോ? അങ്ങനെ ഉണ്ടാകുമോ? യജ്ഞം സമാപിച്ച വേളയിലെ ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞുള്ളൂ. അതിന് ക്ഷമ ചോദിക്കുന്നു. താങ്കൾ എത്തിച്ചേർന്നത് തന്നെ ഞങ്ങളുടെ സൌഭാഗ്യമാണ്. അങ്ങയുടെ മകനെ ദർശിക്കാനുള്ള അവസരം തന്നാലും അവന്റെ നെറ്റിയിൽ അനുഗ്രഹ തിലകം ചാർത്താനാണ് ഞങ്ങൾ ഇവിടെ ഓടിയെത്തിയത്. അങ്ങയുടെ പുത്രൻ എവിടെയാണ്? ഇപ്പോൾ തന്നെ കാണിക്കാമല്ലോ മഹാമനസ്ക. ഞങ്ങളുടെ മകന് അങ്ങയുടെ വിശേഷമായ അനുഗ്രഹത്തിന്റെ അമൃത് ലഭിക്കുക അവന്റെ സൌഭാഗ്യമായിരിക്കും. വന്നാലും നമുക്കങ്ങോട്ട് പോകാം. എല്ലാവരും നമ്മെ കാത്തിരിക്കുകയാണ് അവിടെ. ആഘോഷമെല്ലാം മാളവ്യജിക്ക് പ്രണാമം. പ്രണാമം പ്രണാമം. ഇവിടെ ഈ വൃന്ദാവനത്തിൽ എഴുന്നള്ളിയ എല്ലാ മിത്രങ്ങൾക്കും മഹത് വ്യക്തികൾക്കും ഞാൻ കടപ്പെട്ടവനാണ്. എല്ലാവരുടെയും അനുഗ്രഹാശിസ്സുകൾ എന്റെ മകൻ ഏറ്റുവാങ്ങുന്നതിനു മുമ്പ് ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ രാജ്യം സ്വതന്ത്രമല്ല. നാം എന്തുകൊണ്ട് പരതന്ത്രരായി? ബ്രിട്ടീഷുകാർ ശക്തരാണെന്നും നമ്മൾ അശക്തരും ദുർബലരുമാണെന്നും നിങ്ങൾ പറയും. യഥാർത്ഥത്തിൽ ഇതുതന്നെയാണോ കാരണം? വിശ്വഗുരുവിന്റെ കീർത്തി നേടിയ നമ്മുടെ ഈ രാജ്യം ആധുനിക ശാസ്ത്ര സാങ്കേതിക യുഗത്തിൽ പിന്തള്ളപ്പെട്ടുപോയെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? പുരാതന കീർത്തിയുടെ അഭിമാനഗാഥകൾ കൊണ്ട് മാത്രം പ്രാപ്തമാകുന്നതല്ല സ്വാതന്ത്ര്യം. യുദ്ധത്തിന്റെ അനന്തരഫലം എന്തായിരിക്കുമെന്ന് ആർക്കും അറിയില്ല. എന്നാൽ അതിനു മുമ്പ് ഹൃദയങ്ങളിൽ യുദ്ധം ആരംഭിക്കുന്നതിനുള്ള ധൈര്യവും തീരുമാനവും ഉണ്ടായിരിക്കണം. ശത്രുവിന്റെ കണ്ണോട് കണ്ണ് നോക്കി നിന്ന് പൊരുതാനുള്ള തീരുമാനവും ശക്തിയും ഉണ്ടാകണം. കഴിഞ്ഞ കാലത്ത് നാം എന്തായിരുന്നു? നമ്മുടെ നേട്ടങ്ങൾ എന്തെല്ലാമായിരുന്നു? ഇതെല്ലാം നമ്മുടെ സംസ്കാരത്തിന്റെയും പരിഷ്കാരത്തിന്റെയും പൈതൃക ദാനമായി കരുതുക. പക്ഷേ ഇന്ന് നാം എന്താണ്? നമുക്ക് എന്തായി തീരേണ്ടിയിരിക്കുന്നു? അതിനായി പുതിയ കാലത്തിന്റെ നമ്മുടെ നേട്ടങ്ങളുടെ അഭിമാനഗാഥകളാണ് നാം എഴുതി ചേർക്കേണ്ടത്. നാം പുതിയ പ്രതിജ്ഞകൾ എടുക്കണം. പുതിയ ശക്തിയാർജിച്ച് ശത്രുവിന്റെ അഹങ്കാരത്തെ ചവിട്ടി മെതിക്കേണ്ടിയിരിക്കുന്നു. വ്യാവസായിക രംഗത്ത് ബ്രിട്ടീഷുകാരെ പോലെ പുരോഗതി പ്രാപിക്കാത്തതുകൊണ്ടാണ് ഇന്ന് നാം ശക്തരാകാത്തത്. നാടിന്റെ വരും തലമുറയ്ക്ക് വ്യാവസായിക വിപ്ലവത്തിലൂടെ മുന്നേറാനുള്ള പാതയൊരുക്കേണ്ടത് നമ്മളാണ്. ഇതേ മഹത്തായ ദൌത്യം ഏറ്റെടുക്കാനാണ് നമ്മുടെ ഈ മകൻ ജനിച്ചത് തന്നെ. ഇന്ന് ഈ നിമിഷം മുതൽ അവനും ഈ മഹത് കാര്യത്തിനായി ചേരുകയാണ്. എന്റെ മകൻ
വെറും രക്തമാംസാദികളാൽ നിർമ്മിക്കപ്പെട്ട ഒരു വസ്തുവല്ല. എന്നിരുന്നാലും രാജാജി ഞാൻ ഇപ്പോൾ തന്നെ വ്യക്തമാക്കുന്നു, എന്റെ മകൻ ഒരു സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനമാണ്. അതിന്റെ ഭൂമി പൂജയ്ക്കായിട്ടാണ് നാം എല്ലാം ഒത്തുകൂടിയിരിക്കുന്നത്. അവൻ ദീർഘായുസ്സോടെ ഇരിക്കാൻ നിങ്ങൾ ആശീർവദിക്കൂ. രാജ മഹേന്ദ്ര പ്രതാപ് സിംഗ് ജി, താങ്കളുടെ പുത്രൻ ഒരു അത്ഭുത പുത്രൻ തന്നെയാണ്. വളരെ നല്ലത്. രാജാജി, താങ്കളുടെ പുത്രൻ ദീർഘായുസ്സോടെ ഇരിക്കട്ടെ. രാജാജി കി ജയ്, രാജാജി കി ജയ്, രാജാജി കി ജയ്. വൃന്ദാവന നിവാസികളെ, രാജാജിയുടെ ഈ പുത്രന് എന്തു പേര് നൽകണം? രാജാ മഹേന്ദ്ര പ്രതാപ് സിംഗ് ജാട്ട് വംശജനാണ്. അപ്പോൾ ജാട്ട് വിദ്യാലയം എന്നു തന്നെയാകട്ടെ. അല്ല, രാജാ മഹേന്ദ്ര പ്രതാപ് സിംഗിന്റെ പേരിൽ തന്നെയാകണം ഈ വിദ്യാലയം. സുഹൃത്തുക്കളെ, സ്നേഹത്തിന്റെ അവതാരമാണ് ശ്രീകൃഷ്ണൻ. വൃന്ദാവനം അദ്ദേഹത്തിന്റെ കളിസ്ഥലമാണ്. എന്റെ അഭിപ്രായത്തിൽ ഇതിന്റെ പേര് സ്നേഹമഹാവിദ്യാലയം എന്നായിരിക്കും. ഓ, സ്നേഹമഹാവിദ്യാലയം. അതിസുന്ദരം, അതിസുന്ദരം. രാജാജി, സ്നേഹ മഹാവിദ്യാലയം ഒരു മഹാസ്ഥാപനമായി തന്നെ വളരെയധികം പ്രയോജനപ്രദമാകട്ടെ എന്ന് ഞാൻ ഹൃദയപൂർവ്വം ആഗ്രഹിക്കുന്നു. താങ്കളുടെ ഈ പരിശ്രമം രാഷ്ട്രത്തിന്റെ ഉയർച്ചയ്ക്ക് ഒരു സംഭാവനയായിരിക്കും. വളരെ നന്ദി മാളവ്യജി. സുഹൃത്തുക്കളെ, മറ്റൊരു കാര്യം കൂടി. രാജാ മഹേന്ദ്ര പ്രതാപ് സിംഗ് എന്ന ഈ ഞാൻ സ്നേഹമഹാവിദ്യാലയത്തിന്റെ ശിലാസ്ഥാപന വേളയിൽ എന്റെ മുഴുവൻ സമ്പത്തും... സുഹൃത്തെ, ക്ഷമിക്കൂ. മുഴുവൻ സമ്പത്തും വിദ്യാലയത്തിനായി ദാനം ചെയ്യുന്നത് ഉചിതമായിരിക്കില്ല. അങ്ങയുടെ തീരുമാനം പുനഃപരിശോധിക്കണം. ശരിയാണ്. മഹാമനസ്കനായ മാളവ്യാജിയുടെ അഭിപ്രായത്തെ മാനിച്ച് ഞാൻ എന്റെ സമ്പത്തിന്റെ പകുതി, അതായത് 5 ഗ്രാമങ്ങളും 2 കൊട്ടാരങ്ങളും വിദ്യാലയത്തിന് ദാനമായി നൽകുന്നു. ഇവിടെ സാങ്കേതിക വിദ്യാഭ്യാസത്തോടൊപ്പം തയ്യലിന്റെയും കരകൌശലവേലകളുടെയും ക്ലാസുകളും ആരംഭിക്കും. അങ്ങയുടെ ചരിത്ര ദൌത്യത്തിന്റെ ഈ വേളയിൽ സാക്ഷിയാകാൻ സൌഭാഗ്യമുണ്ടായതിന് എനിക്ക് സന്തോഷമുണ്ട്. 1909 മെയ് 24 എന്ന തീയതി ഒരു ഇന്ത്യക്കാരനാൽ സാങ്കേതിക വിദ്യാഭ്യാസത്തിനായി സമർപ്പിച്ച ദിവസമായി ചരിത്രത്തിൽ ഇടം പിടിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മരുമകനെ, നിങ്ങളും കഴിക്ക്. ജയന്ത് രാജാവേ, എനിക്ക് മദ്യപാനമില്ല. സ്വന്തം ഭാര്യാപിതാവിന്റെ താല്പര്യം നിരാകരിക്കുകയാണല്ലേ? അല്ല, പരിഭ്രമം വേണ്ട. ബൽബീർ കൌർ ഒന്നും പറയില്ല. എന്റെ മോളെ നിനക്ക് അത്രയ്ക്ക് പേടിയെന്ന് എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ടല്ല ജയന്ത് രാജാവേ, ഞാൻ മദ്യപിക്കാറില്ലെന്ന് മാത്രം. നിങ്ങൾ ഹാഫ്സറിന്റെ ഭരണാധികാരിയാണെന്നറിയാലോ. എന്നിട്ടും താങ്കളുടെ ഇഷ്ടം നടക്കട്ടെ. ഞങ്ങള് മതിയാവോളം കുടിക്കും. ഡെറാഡൂണിന്റെ കാഴ്ചകളാണെങ്കിൽ ലഹരി പിടിപ്പിക്കുന്നതും. വൈകുന്നേരം മുതല് താങ്കൾ എന്തോ ചിന്തയിൽ മുഴുകിയിരിക്കുകയാണല്ലോ. എന്തോ കാര്യമുണ്ട്. മഹേന്ദ്ര പ്രതാപ് സിംഗ് ഇവിടെയാണ് ഇരിക്കുന്നതെങ്കിലും മനസ്സ് മറ്റെവിടെയാണ്. ഞാനിപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഈ പാർട്ടി എത്ര വേഗമാണ് ഭാരതീയന്റെ രാഷ്ട്രീയ ശബ്ദമായി തീർന്നത്. ഇന്നാട്ടിലെ ഓരോരുത്തരും ബ്രിട്ടീഷ് അടിമത്തത്തിൽ നിന്ന് മോചനം നേടിത്തരാൻ പോന്ന പ്രസ്ഥാനമായി ഇതിനെ കാണുന്നു. അപ്പോൾ കോൺഗ്രസിന്റെ ചുമതല ബൃഹത്താവുകയാണ്. വിഡിത്തം, അടിമത്തത്തിൽ നിന്ന് മോചനം നേടിത്തരും. വിവരക്കേട്. ജയന്ത് മഹാരാജൻ, ഇത് വിവരക്കേടല്ല. കൽക്കത്തയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മഹാസമ്മേളനം നടക്കാൻ പോവുകയാണ്. ബാലഗംഗാധര തിലകൻ, വിപിൻ ചന്ദ്രപാൽ, ദേശീയ അധ്യക്ഷൻ ദാദാഭായ് നവറോജി തുടങ്ങിയ പ്രഗത്ഭരായ നേതാക്കൾ പങ്കെടുക്കുന്നു. ചോദിക്കട്ടെ, എന്തിനാ ഈ ധൂർത്തടിച്ചുള്ള സമ്മേളനം? ഇന്ത്യക്കാർ പരമാവധി സ്വദേശി വസ്തുക്കൾ ഉപയോഗിക്കുക എന്നത് തന്നെ പ്രധാനം. ഇതെല്ലാം സ്വാർത്ഥലാഭത്തിനു വേണ്ടി
സാധാരണക്കാരനെ കൊണ്ട് കീജയ് വിളിപ്പിക്കാനുള്ള നാടകങ്ങൾ അന്ന് അതെ അത് തന്നെ മറ്റു ഉത്തരവാദിത്വമില്ലാത്തൊരു കാറ്റിക്കൂട്ടണം മഠയത്തരങ്ങള്. എന്റെ മരുമകനായ താങ്കളിലും ഈ ദേശഭക്തിയുടെ വിവരക്കേടുണ്ടായി തുടങ്ങിയ കൽക്കത്ത സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. പക്ഷേ ഞാനതിന് അനുവാദം നൽകില്ല. ഇതെന്റെ വ്യക്തിപരമായ തീരുമാനമാണ്. അത് ഉറച്ചതുമാണ്. അങ്ങയുടെ മകളുടെ ഭർത്താവെന്നതിലുപരി ഞാനൊരു ഇന്ത്യക്കാരനാണ്. സ്വന്തം നാട്ടിൽ പാരതന്ത്രത്തിന്റെ ചങ്ങലകളാൽ ബന്ധിതനായ ഒരുവൻ. സ്വദേശീയ പ്രസ്ഥാനങ്ങൾ പങ്കെടുത്ത് പോലീസിന്റെ നോട്ടപ്പുള്ളിയായിട്ടുള്ള ആളാണ് താനുള്ള കാര്യം മറക്കണ്ട. വെള്ളക്കാരായ ഓഫീസർമാരുമായിട്ട് എനിക്ക് ബന്ധമുണ്ടെന്നറിയാലോ. അവരെനിക്ക് സുഹൃത്തുക്കളെ പോലെയാ. എന്റെ മരുമകൻ ഇംഗ്ലീഷുകാർക്കെതിരെയുള്ള പ്രക്ഷോഭങ്ങളിൽ ഏർപ്പെടുക എന്നാല്, രാജ്യദ്രോഹികളുടെ വേദിയിൽ പ്രസംഗിക്കാന്ന് പറഞ്ഞാല് എന്റെ സ്ഥാനമാനങ്ങളെക്കുറിച്ച് താങ്കൾക്ക് എന്തെങ്കിലും വിചാരമുണ്ടോ? താങ്കൾ ഒരു നാട്ടുരാജാവാന്ന് ഓർക്കുക. രാജാക്കന്മാർ പ്രജകളെ പോലെ ബഹളം കൂട്ടുന്നവരായിരിക്കരുത്. വിപ്ലവകാരികൾക്ക് സഹായം ചെയ്തു കൊടുക്കുന്നതും ഒരു രാജാവിന് ചേർന്നതല്ല. ഈ അഭിനയം ഇവിടെ അവസാനിപ്പിക്കണം. ഇനി നടപ്പാവില്ല. ഒരു സുപ്രധാന കാര്യം കൂടി രാജാ പ്രതാപ് സിംഗ് കേട്ടോളാം. കോൺഗ്രസ് സമ്മേളനത്തിന് പങ്കെടുക്കാനാ ഭാവമെങ്കിൽ തിരിച്ചു വരുമ്പോ എന്റെ രാജ്യത്തിന്റെ വാതിലുകള് നിങ്ങൾക്ക് മുമ്പിൽ അടഞ്ഞു തന്നെ കിടക്കും. ജയന്ത് മഹാരാജൻ, എനിക്ക് സമ്മതമാണ്. മരുമോനെ, രാജാ സാഹബ്, ഈ ട്രെയിനിലെ നമ്മുടെ കൂപ്പയിൽ തന്നെ വെള്ളക്കാരായ ഓഫീസർമാരും യാത്ര ചെയ്യുന്നുണ്ടെന്നറിയുന്നു. മധുര ജില്ലാ കലക്ടർ മിസ്റ്റർ ഡാംപിയറുമുണ്ട്. സേഠ് ഭക്തരാജ്, ഇത്രമാത്രം ഭയപ്പെടാൻ താങ്കളൊരു മോഷ്ടാവൊന്നുമല്ലല്ലോ. Oh, what a pleasant surprise, Raja Mahendra Pratap Singh. Good morning, Mr. Dampier. How do you do? Fine, Raja ji. You know, यूरोप में वार स्टार्ट हो गए हैं. विश्व युद्ध, डिफिकल्ट टाइम्स. I know. 1914 ഓഗസ്റ്റ് 4 ഗ്രേറ്റ് ബ്രിട്ടൻ ജർമ്മനിയുടെ അധിനിവേശം തടയുവാനായി യുദ്ധത്തിലേക്ക് എടുത്തുചാടി. എടുത്ത് ചാടേണ്ടി വന്നു. ജർമ്മനിക്ക് ഞങ്ങൾ നൽകിയ അൾട്ടിമേറ്റം അവസാനിച്ചു കഴിഞ്ഞു. അവരുടെ പിടിയിൽപ്പെട്ട ബെൽജിയത്തെ മോചിപ്പിക്കേണ്ടിയിരിക്കുന്നു. ബെൽജിയത്തിന്റെ പേര് പറയുന്നത് ഒരു കാരണം കാണിക്കൽ മാത്രമാണ് മിസ്റ്റർ ഡാംപിയർ. യൂറോപ്പിലാകെ വർദ്ധിച്ചുവരുന്ന ജർമ്മനിയുടെ ആധിപത്യം തടയുവാൻ നിങ്ങൾക്ക് തിടുക്കമുണ്ട് എന്നതല്ലേ സത്യം? ഈ ലോകയുദ്ധത്തിൽ ഇന്ത്യക്ക് എന്താണ് സംഭവിക്കുക? ഇന്ത്യ, ഭാരതം, അവർ പറയുന്നില്ലേ, യജമാനന്റെ കോട്ടി ഉയർന്നു പാർന്നിടത്തോളം അടിമ കരുത്തനായി തന്നെ ഇരിക്കും. ഇന്ത്യയിൽ ഇന്ന് ഞങ്ങളുടെ പതാകയാണ് ഉയർന്നു പാറിക്കളിക്കുന്നത്. മിസ്റ്റർ മഹേന്ദ്ര പ്രതാപ് സിംഗ്, നിങ്ങൾക്ക് അതിൽ ആശ്വാസം കണ്ടെത്താം. റിലാക്സ്. See you. അങ്ങ് ചിന്താമഗ്നാണല്ലോ. ശത്രുവിന്റെ ശത്രു മിത്രം എന്ന പഴഞ്ചൊല്ല് നിങ്ങൾ കേട്ടിട്ടില്ലേ സേഠ് ഭക്തരാജ്? ഉണ്ട്. വാസ്തവത്തിൽ അങ്ങനെയാണോ? ഒന്നും വ്യക്തമാകുന്നില്ലല്ലോ രാജാജി. അങ്ങനെ അല്ലെന്നിരിക്കലും എന്ത് നഷ്ടം എന്താണ്? പാരതന്ത്രത്തിന്റെ ചെങ്ങലക്കെട്ടുകളിൽ നിന്ന് ഭാരതത്തെ മോചിപ്പിക്കാൻ ആവുന്നതെല്ലാം നാം ചെയ്തല്ലേ തീരും. എനിക്കിനിയും പൂർണ്ണമായി മനസ്സിലായിട്ടില്ല. യുദ്ധം നേരിട്ട് മനസ്സിലാക്കാൻ നമ്മൾ യൂറോപ്പിലേക്ക് പോകും. മഹാരാജാവേ, യുദ്ധം ഒരു കാഴ്ചവസ്തുവാണോ? അങ്ങയ്ക്ക് ജീവൻ വരെ നഷ്ടമായേക്കാം. യൂറോപ്പിൽ അങ്ങയ്ക്ക് യുദ്ധം ചെയ്യാനാകുമോ? ഇല്ലല്ലോ. ബ്രിട്ടീഷ് ഭരണത്തെ അതിന്റെ ഓരോ കോണിൽ നിന്നും നാം പറിച്ചെറിയണം. അതിനായി പടചേരാനുള്ള സുവർണ അവസരമാണിത്. അടിമത്തത്തിന്റെ പിടിയിൽ നിന്നും മാതൃഭൂമിയെ സ്വതന്ത്രമാക്കാനുള്ള അവസരം. അതെ, ശത്രുവിന്റെ ശത്രുവിനെ മിത്രമായി കണ്ട് ആ പഴഞ്ചൊല്ലിനെ സാധൂകരിക്കണം. ഞാൻ
ജർമ്മനിയിലേക്ക് പുറപ്പെടാൻ തീരുമാനിച്ചു കഴിഞ്ഞു. മഹാരാജാവേ, അപ്പോൾ അങ്ങ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് നേരെയുള്ള കലാപത്തെക്കുറിച്ചാണോ ചിന്തിക്കുന്നത്? ചിന്തിക്കുക മാത്രമല്ല, പ്രതിജ്ഞയെടുക്കുക കൂടിയാണ്. ഇതുവരെ ഞാൻ നടത്തിയ എല്ലാ വിദേശയാത്രകളുടെയും ആത്യന്തിക ലക്ഷ്യം ഇത് തന്നെയായിരുന്നു എന്ന് കൂടി അറിഞ്ഞുകൊള്ളുക. രാജാജി, ഒരിക്കൽ കൂടി ആലോചിച്ചു നോക്കൂ. യുദ്ധം വീക്ഷിക്കുന്നത് മരണത്തിലേക്ക് നടന്നെടുക്കലായിരിക്കും. രാഷ്ട്രത്തിന്റെ ശരീരത്തിലോടുന്ന രക്തത്തെ വിഷമയമാക്കാൻ പാരതന്ത്ര്യമാകുന്ന കുഷ്ഠരോഗത്തിന് കഴിയും. അങ്ങനെ ഈ നാട് ശക്തിഹീനമാകും. ഇനി യുദ്ധം അനിവാര്യമാകുന്നു. പുറപ്പെടുന്നതിന് മുമ്പ് ഞാൻ അങ്ങയെ ഈ നാട്ടുരാജ്യത്തിന്റെ ട്രസ്റ്റിയായി നിയമിക്കുകയാണ്. സ്നേഹവിദ്യാലയത്തിന്റെ ചുമതലക്കാരനായി ശ്രീ നാരായൺജിയും ഹുക്കും സിംജിയും പ്രവർത്തിക്കട്ടെ. ഞങ്ങൾ തിരിച്ച് ഡെറാഡൂണിലേക്ക് പോവുകയാണ്. റാണി ബൽവീർ കൌറിനോടും എന്റെ യൂറോപ്പ് യാത്രയെക്കുറിച്ച് പറയണം. റാണി അറിയുമ്പോൾ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവർക്ക് അങ്ങ് എല്ലാമാണ്. കുട്ടികളാണെങ്കിൽ തീരെ ചെറിയ പ്രായത്തിലുള്ളവരും. അവർ അങ്ങയെ വേണ്ടതുപോലെ അടുത്തിരുന്ന് കാണുകയോ വാത്സല്യം അനുഭവിക്കുകയോ ചെയ്തിട്ടില്ല. ബൽവീർ കൌർ എന്റെ മനസ്സ് വായിക്കുന്നവളാണ്. അവളുടെ ഭർത്താവ് എന്നതിലുപരി ഞങ്ങൾ ഇരുവരും ഭാരതീയരാണ്. അടിമ ഭാരതത്തിന്റെ മക്കൾ. ഈ പാരമ്പര്യത്തിൽ നിന്നും നമുക്ക് മുക്തരാകണം. ബൽവീർ കൌറാണ് എന്റെ ധൈര്യം. തന്റെ ഭർത്താവ് അടിമത്തത്തിന്റെ വായു ശ്വസിക്കുന്നത് നരകാഗ്നിയിൽ അകപ്പെടുന്നതിന് തുല്യമാണെന്ന് അവൾക്കറിയാം. പ്രേമവതിയായ അവൾ എപ്പോഴും പാരതന്ത്ര്യത്തിന്റെ കൂച്ചുവിലങ്ങ് തകർത്തെറിയണമെന്ന് വിശ്വസിക്കുന്നവളാണ്. പിന്നെ മക്കളുടെ കാര്യം, അവർ ഒരിക്കലും അടിമ ഭാരതത്തിൽ വളരരുത്. വരും തലമുറകളുടെ ഭാസുര ഭാവിക്കായി നമ്മുടെ തലമുറ ത്യാഗം സഹിക്കാനുള്ള ആർജവം കാണിച്ചേ മതിയാവൂ. അങ്ങ് ദീർഘദൂര യാത്ര ചെയ്ത് എത്തിച്ചേരുന്നിടം പ്രശ്നകലുഷിതമാണ്. യുദ്ധമേഖലയിൽ നിന്ന് വീണ്ടും ഒരു മടക്കം സാധ്യമായില്ലെങ്കിൽ പണവും സമ്പത്തും സ്വത്തുവകകളും ധാരാളമായി അനുഭവിക്കുന്ന ഇന്ത്യയിലെ ഒരു രാജാവിന് രാജ്യം സ്വതന്ത്രമായാലെന്ത്, അല്ലെങ്കിലെന്ത്? ഉല്ലാസഭരിതമായ ജീവിതത്തിന് രാജാവിന് ഒരു വിലക്കുമില്ല. എന്നിട്ടും എന്തിനാണ് ഈ നീക്കമെല്ലാം? അങ്ങയുടെ ത്യാഗവും സ്വാതന്ത്ര്യ അഭിനിവേശവും ഈ രാജ്യം വരും കാലങ്ങളിൽ ഓർമ്മിക്കുമോ? അതോ? ഹരിശ്ചന്ദ്രജി, രാജ്യത്തെ പാരതന്ത്ര്യത്തിൽ നിന്നും മോചിപ്പിക്കാൻ ഇപ്രകാരമുള്ള ചില മാതൃകകൾ അനിവാര്യമാകുന്നു. മണ്ണിനോടും മാതാവിനോടുമുള്ള കടമ നിറവേറ്റുന്നത് ത്യാഗമായിട്ടല്ല, ധർമ്മമായിട്ടാണ് കാണേണ്ടത്. ധർമ്മം നിറവേറ്റപ്പെടുക തന്നെ വേണം. രാജാ മഹേന്ദ്ര പ്രതാപ് സിംഗ് കി രാജാ മഹേന്ദ്ര പ്രതാപ് സിംഗ് കി. നോക്കൂ, ഡെഹ്റാഡൂണാകെ അങ്ങേക്ക് വിട നൽകാനായി ഒഴുകിയെത്തിയിരിക്കുന്നു. ട്രെയിൻ പുറപ്പെടാറായി. വരൂ, ഉള്ളിൽ കടന്നിരിക്കാം. പോകാം. ഹരിശ്ചന്ദ്ര, നമുക്ക് ഇനിയുള്ള നീക്കങ്ങൾ നിശ്ചയിക്കേണ്ടിയിരിക്കുന്നു. പ്രതീക്ഷ പോലെ തന്നെ ഡാംപിയർ സാഹിബ് അങ്ങയുടെ പാസ്പോർട്ട് അപേക്ഷ നിരസിച്ചിരിക്കുകയാണ്. ഒപ്പം എന്റേതും. അപ്പോൾ പിന്നെ ബോംബെ തുറമുഖം വഴി കപ്പൽ യാത്രയാണ് കരണീയം. പാസ്പോർട്ട് ഇല്ലാത്തതിനാൽ ഇറ്റലിയുടെ കപ്പലിൽ യാത്ര അസാധ്യം. അറിയപ്പെടുന്ന ഒരു ട്രാവൽ കമ്പനിയുടെ പരിശ്രമത്താൽ ലണ്ടൻ വരെയുള്ള ടിക്കറ്റ് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ ബോംബെയിൽ നിന്ന് കപ്പൽ മാർഗം അറബിക്കടൽ വഴി ലണ്ടൻ. അതായത് ഏതൻ തുറമുഖത്ത് നിന്നും കപ്പൽ മാറിക്കയറേണ്ടി വരും എന്നല്ലേ? ശരിയാണ്. പക്ഷേ നമ്മുടെ കപ്പൽ ചെങ്കടലിൽ എത്തുമ്പോൾ യുദ്ധത്തിന്റെ ഭയപ്പെടുത്തൽ ദൃശ്യമായി തുടങ്ങും. ലണ്ടനിൽ എത്തിയിട്ട് നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനുമില്ല. ഒന്നുമില്ലെന്നോ? ഇതുവരെ നാം ചെയ്യാറുള്ളതുപോലെ ആവേശോജ്ജലമായി ചെയ്യും. ഇംഗ്ലീഷ് ആധിപത്യത്തിനെതിരെയുള്ള കലാപം ആളിക്കത്തിക്കണം. അങ്ങനെ നമ്മുടെ നാടിനെ സ്വതന്ത്രമാക്കണം. അതായത് സിംഹത്തിന്റെ മടയിൽ നിന്ന് തന്നെ അതിന്റെ ഇരയെ തട്ടിയെടുക്കണം എന്നല്ലേ? അങ്ങനെ പറഞ്ഞാൽ പോരാ. സിംഹത്തിന്റെ വായിൽ കൈ കടത്തി അതിന്റെ പല്ല് പറിച്ച് കളയുക തന്നെ വേണം. നമുക്കത് ചെയ്യാൻ കഴിയുമോ? ഒരു വട്ടം ഇറങ്ങി പുറപ്പെട്ടാൽ എവിടെയെങ്കിലും എത്തിച്ചേർന്നേ പറ്റൂ. ഭയം തോന്നി തുടങ്ങിയോ? ഭയക്കാണ്. ഞാനും ജാട്ട് വംശജനാണ്. ഒപ്പമുള്ളത് വലിയ സിംഹമല്ലേ, പിന്നെ എന്തിനു ഭയക്കണം?
രാജാജി, മഹാദീപാവലിയായ യുദ്ധം നേർക്കുനേർ കാണാനുള്ള അങ്ങയുടെ അഭിലാഷമിത പൂർത്തിയാകാൻ പോകുന്നു. നാം യുദ്ധമേഖലയിൽ പ്രവേശിച്ചു കഴിഞ്ഞു. കപ്പലിലെ വിളക്കണയ്ക്കുക, വേഗം വേണം. പല കപ്പലുകൾ തകർന്നു മുങ്ങിയ മേഖലയാണിത്. വേഗമാകട്ടെ. ഇനി കപ്പൽ സഞ്ചരിക്കുന്നത് മാർസലസ് വഴിയാണ്. വളരെ ഗംഭീരമായാണ് എനിക്ക് തോന്നുന്നത്. ജർമ്മനിയിലെത്തി വീരേന്ദ്ര ചതോപാധ്യായെ സന്ദർശിക്കാനുള്ള അവസരമാണ് അപ്രതീക്ഷിതമായി കൈവന്നിരിക്കുന്നത്. വീരേന്ദ്ര ചട്ടോപാധ്യായ എന്ന് പറഞ്ഞാൽ ചട്ടോദ? അദ്ദേഹം തന്നെ. ഭാരതത്തിന്റെ മോചനത്തിനായി വെള്ളക്കാരെ നേരിടാൻ സദാസന്നദ്ധനായിരുന്നു. ബെർലിൻ കമ്മിറ്റി എന്ന പ്രസ്ഥാനം ഉണ്ടാക്കി അദ്ദേഹം പോരാട്ടം തുടരുന്നു. അത്ഭുത വ്യക്തിത്വത്തിനുടമ. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ശ്യാംജി കൃഷ്ണവർമ്മയ്ക്കും ലാലാ ഹർദയാലിനും 100 നാവാണ്. അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞാൽ ജർമ്മൻ ചാൻസലർ കൈസറെയും കാണാൻ കഴിയുമെന്ന് ഉറപ്പിക്കാം. അത് എന്തൊക്കെ അവസരങ്ങളാണ് നമുക്ക് നേടിത്തരികയെന്ന്. പക്ഷേ ജീവനോടെ തന്നെ ഈ കപ്പലിൽ നിന്ന് പുറത്തു കടക്കാനാകുമോ എന്തോ. രാജ മഹേന്ദ്ര പ്രതാപ് സിംഗ് ജി, ജർമ്മനിയുടെ കോണ്ടിനെന്റൽ ഹോട്ടലിലേക്ക് അങ്ങയ്ക്ക് സ്വാഗതം. ചാറ്റോദ, ഞാൻ വരുന്ന വിവരം എങ്ങനെ നിങ്ങൾ അറിഞ്ഞു? മനസ്സിൽ നിന്നും മനസ്സിലേക്കൊരു രഹസ്യ വഴിയുണ്ട് രാജാജി. നിങ്ങൾ കപ്പൽ കയറിയ ദിവസം തന്നെ എനിക്ക് വിവരം ലഭിച്ചു കഴിഞ്ഞിരുന്നു. ഹരിശ്ചന്ദ്രൻ ഇവിടെ പോയി? നമസ്കാരം ചറ്റോദ. രാജാജി പ്രതീക്ഷിച്ചിരുന്ന ചറ്റോദായും ചറ്റോദ പ്രതീക്ഷിച്ചിരുന്ന രാജാജിയും തമ്മിൽ ചേർന്നു കഴിഞ്ഞു. അങ്ങയുടെ പക്കൽ രാജാജിയെ ഏൽപ്പിച്ച് ഇനി എനിക്ക് ഇന്ത്യയിലേക്ക് മടങ്ങാം. അതിനു മുൻപ് ഇതാ ഇന്ത്യയിൽ നിന്ന് അയച്ചു കിട്ടിയ രാജാജിയുടെ പാസ്പോർട്ടും വിസയും. പിന്നെ ഇതാണ് സ്വിറ്റ്സർലൻഡിലേത്. ട്രാവൽ കമ്പനി വഴി ഇന്ത്യയിൽ നിന്നും വന്ന പണവും ലഭിച്ചിട്ടുണ്ട്. വളരെ നന്ദി ചറ്റോദ. ഇപ്രാവശ്യം നമുക്ക് അനുകൂലമായ സമയം തന്നെ. ഞാൻ ജർമ്മൻ ചക്രവർത്തി വില്യം കൈസറെ കാണാൻ ആഗ്രഹിക്കുന്നു. തരപ്പെടുമോ? ജർമ്മൻ ചക്രവർത്തി കൈസർ വാസ്തവത്തിൽ താങ്കളെ കാത്തിരിക്കുകയാണ്. ജർമ്മനിയുടെ വിദേശ ഉപമന്ത്രിയും എന്റെ ഉറ്റ സുഹൃത്തുമായ വോൺ ജീമർമാനുമായി സന്ദർശനത്തിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്യാം. അദ്ദേഹം എന്നെ നിരാശനാക്കില്ല. ജർമ്മൻ ചക്രവർത്തി അങ്ങയെയും പ്രതീക്ഷിച്ച് സ്വന്തം മുറിയിലിരിക്കുന്നു. അദ്ദേഹത്തോട് രാജാജിക്ക് പറയാനുള്ള കാര്യങ്ങൾ ചെറിയ വാക്യങ്ങളിൽ ക്ലിപ്തപ്പെടുത്തി പറയാൻ ശ്രമിക്കുമല്ലോ. അങ്ങനെയാകട്ടെ. ഗുഡ് ഈവനിംഗ്. ഗുഡ് ഈവനിംഗ്. അപ്പോൾ താങ്കളാണ് രാജാ മഹേന്ദ്ര പ്രതാപ് സിംഗ്. വളരെയധികം കേട്ടിരിക്കുന്നു. അതെന്റെ ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഇനി പറയൂ, എന്നിൽ നിന്ന് നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? എന്റെ മാതൃരാജ്യത്തെ ബ്രിട്ടന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ അങ്ങയുടെ സഹകരണം വേണം. ശരി, നമുക്ക് അപ്പുറത്തേക്കിരിക്കാം. അപ്പോ ഇതാണ് ഇന്ത്യയുടെ ഭൂപടം. ഈ കാണുന്നതെല്ലാം അതിർത്തി പ്രദേശങ്ങൾ. സിന്ധ്, പട്യാല, ഇവയുടെ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻസ് പ്രധാനമാണ്. അഫ്ഗാനിസ്ഥാൻ വഴി ഞങ്ങളുടെ ജർമ്മൻ സൈന്യം ഇന്ത്യയിൽ പ്രവേശിച്ചാൽ അതിർത്തിയിലെ രാജാക്കന്മാരായിരിക്കണം അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ. സർ, തുർക്കിയുടെയും അഫ്ഗാനിസ്ഥാന്റെയും സഹകരണത്തോടെ ജർമ്മൻ സൈന്യം ഭാരതത്തിലെത്തിയാൽ അതിർത്തിയിലെ രാജാക്കന്മാരുടെ സഹായത്തോടെ ഫലപ്രാപ്തി കൈവരിക്കാം. ഇപ്പോൾ ബ്രിട്ടന്റെ മുഴുവൻ ശ്രദ്ധയും യൂറോപ്പിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. അവരുടെ സൈനിക ശേഷിയും അവിടെ വിന്യസിക്കപ്പെട്ടിരിക്കുന്നു. ഈ പരിസ്ഥിതിയിൽ 2 യുദ്ധമുഖങ്ങളിൽ പോലും പിടിച്ചു നിൽക്കാൻ ഇന്ത്യയിലെ ബ്രിട്ടീഷ് പടയ്ക്കാവില്ല. എക്സലന്റ് കാൽക്കുലേഷൻ. തീരുമാനിച്ചു കഴിഞ്ഞു. 25,000 ജർമ്മൻ സൈനികരെ ഈ കാര്യത്തിനായി സജ്ജീകരിക്കപ്പെടും. അങ്ങ് നേപ്പാൾ രാജാവ് ഉൾപ്പെടെ 26 നാട്ടുരാജാക്കന്മാരുടെ പട്ടിക തയ്യാറാക്കി ഞങ്ങളുടെ വിദേശമന്ത്രിക്ക് നൽകുക. സഹകരണത്തിനായി ബന്ധപ്പെട്ട നാട്ടുരാജ്യങ്ങൾക്ക് കത്തയക്കുക. കത്ത് സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിച്ചേരുന്നു എന്നുറപ്പാക്കേണ്ട ചുമതലയും അങ്ങയുടേത് തന്നെ. വളരെ നന്ദി. ഈ സഹകരണമാണ് ഞങ്ങൾ ജർമ്മനിയിൽ നിന്ന് പ്രതീക്ഷിച്ചത്. നാളെ താങ്കൾ ചാൻസലർ ഹോൾബേഗുമായി കൂടിക്കാഴ്ച നടത്തുക. ജർമ്മനിയുടെ ഭാഗത്തു നിന്നും സർവ്വവിധ പിന്തുണയും നിങ്ങൾക്ക് ലഭിക്കും. ഇന്ത്യയിലെ രാജാക്കന്മാർക്കും തുർക്കി ഖലീഫയ്ക്കും അഫ്ഗാൻ അമീറിനും അയക്കാനുള്ള സന്ദേശങ്ങളും തയ്യാറാക്കി താങ്കളെ ഏൽപ്പിക്കും. അതുവരെ രാജാജി, താങ്കൾക്ക് ഞങ്ങളുടെ അതിഥിയായി ഇവിടെ തന്നെ താമസിക്കാം. മൈ പ്ലഷർ.
ചക്രവർത്തി കൈസർ, ഐ എം ഒബ്ലേറ്റ്. താങ്ക് യു. ഗുട്ടൻ മുരുകൻ, രാജാജി, താങ്കളുടെ രാജ്യത്തെ ഒരാൾ താങ്കളെ കാണാൻ ആഗ്രഹിക്കുന്നു. അയാൾ താൻ മൗലാന ബർക്കത്തുള്ളയാണെന്നും പറയുന്നു. മൗലാന ബർക്കത്തുള്ള ഖാൻ, പ്ലീസ് കടന്നുവരൂ. അസ്സലാമു അലൈക്കും രാജാജി. ക്ഷമിക്കണം, എനിക്ക് അങ്ങയെ പരിചയം തോന്നുന്നില്ല. പരിചയപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് വന്നത്. ഞാൻ ഭോപ്പാൽ സ്വദേശിയാണ്. വിദ്യാഭ്യാസത്തോടുള്ള ആഗ്രഹം കൊണ്ട് സ്വപ്ന നഗരമായ ലണ്ടനിലെത്തി. വിപ്ലവ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടതുകൊണ്ടാകാം ഗവൺമെന്റിന് നോട്ടപ്പുള്ളിയായി മാറി. താങ്കൾക്ക് ഇന്ത്യൻ വിപ്ലവകാരികളോട് എങ്ങനെയാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് സൌഹൃദം കാണിക്കുന്നതെന്ന് അറിയാമല്ലോ. ജപ്പാൻ ഗവൺമെന്റ് വഴിയായി എന്നെ പിടികൂടാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചപ്പോൾ ജർമ്മനിയിൽ എത്തിയിരിക്കുകയാണ്. എന്റെ കഴുത്തിന്റെ അളവ് ഇന്ത്യയിലെ ജയിലുകളിൽ രേഖപ്പെടുത്തി കഴിഞ്ഞു എന്നാണ് അറിവ്. അങ്ങയെ നേരിട്ട് കാണാൻ എത്തിയതാണ്. ഞാൻ പലവട്ടം ശ്രമിച്ചപ്പോൾ മാത്രമാണ് ജർമ്മൻ സർക്കാർ രാജാജിയുമായി കൂടിക്കാഴ്ചയ്ക്ക് അവസരമുണ്ടാക്കിയത്. എന്നെ ബ്രിട്ടീഷ് ചാരനാണെന്ന സംശയത്താലാണ് വിലക്കിയതെന്നറിഞ്ഞു. ഓഹോ, എന്താണ് എന്നിൽ നിന്നും ഖാൻ സാഹിബ് ആഗ്രഹിക്കുന്നത്? അടിമത്തത്തിന്റെ വേദന താങ്കൾ അനുഭവിക്കുന്നത് പോലെ ഞാനും അനുഭവിക്കുന്നു. അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലെത്താനുള്ള അഗ്നി നമ്മൾ ഇരുവരിലും ഒരുപോലെ ഉയരുന്നു. നമ്മൾ ഒരമ്മ പെറ്റ മക്കൾ തന്നെയല്ലേ? താങ്കൾ ഏറ്റെടുത്തിരിക്കുന്ന ഈ മഹാദൌത്യത്തിൽ ഞാനും സഹയാത്രികനാകാൻ ആഗ്രഹിക്കുന്നു. ഒരാളെക്കാൾ ഒന്നിലധികം പേരാണ് നല്ലതെന്നാണല്ലോ. താങ്കൾ ഏറ്റവും ഉചിതമായ സമയത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ താങ്കളെ പൂർണ്ണമായും എങ്ങനെ വിശ്വാസത്തിലെടുക്കും? താങ്കളുടെ ചോദ്യം പ്രസക്തമാണ്. എന്നെപ്പോലെ കാലങ്ങളായി ജർമ്മനിയിൽ കഴിഞ്ഞുവരുന്ന ഭാരതീയർ ഏറെ പേരുണ്ട്. അവരുമായി പരിചയപ്പെട്ട് കാണുമല്ലോ. അങ്ങ് സന്തോഷമായിരിക്കുക. ഇൻഷാ അല്ലാ നമുക്കിനിയും കാണാം. സലാം. സലാം. സുഹൃത്തുക്കളെ, മാതൃരാജ്യത്തു നിന്നും ഇംഗ്ലീഷുകാരെ ആട്ടിപ്പായിക്കാനുള്ള സമയമായി കഴിഞ്ഞിരിക്കുന്നു. അതിനുള്ള പദ്ധതികളെല്ലാം പൂർത്തിയാവുകയും ചെയ്തു. ഏറെ ആലോചിച്ചുറപ്പിച്ച് ഇക്കാര്യത്തിനായി നാം ഒരു ടീമിനെ വാർത്തെടുത്തും കഴിഞ്ഞു. നമ്മുടെ ഈ പ്രയാണത്തിന്റെ നിർവാഹകൻ ഡോക്ടർ വോൺ ആയിരിക്കും. ആരോഗ്യകാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ ഡോക്ടർ ബ്രേക്കർ ചുമതലയേറ്റിരിക്കുന്നു. സുരക്ഷാ ചുമതല ക്യാപ്റ്റൻ നീഡർക്കാണ്. മിസ്റ്റർ റൌത്ത് അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി ആയിരിക്കും. മൌലാന ബർക്കത്തുള്ള ഖാൻ പബ്ലിക് റിലേഷൻ ഓഫീസറായി പ്രവർത്തിക്കും. ഏറെ സൈനികരും നമ്മോടൊപ്പം ഉണ്ടാകും. ഈ സംഘത്തിന്റെ പൂർണ്ണമായ ചുമതല ജർമ്മൻ വിദേശ മന്ത്രാലയം പുറപ്പെടുവിച്ചിട്ടുള്ള കരാറനുസരിച്ച് നിർവഹിക്കപ്പെടും. ഇന്ത്യൻ നാട്ടുരാജാക്കന്മാർ മുതൽ അഫ്ഗാൻ അമീറും തുർക്കിയിലെ ഖലീഫയും നമ്മുടെ സുരക്ഷിത മുന്നേറ്റത്തിന് വഴിയൊരുക്കും. നമ്മുടെ സംഘം റൊമേനിയ വഴി കിഴക്കോട്ട് മുന്നേറും. പക്ഷേ രാജാജി, റൊമേനിയൻ പാതകളെല്ലാം നമ്മുടെ ശത്രുക്കളുടെ വിഹാര കേന്ദ്രങ്ങളല്ലേ? ശത്രുക്കളോട് ഏറ്റുമുട്ടാൻ അരയും തലയും മുറുക്കിയവരാണ് നാം. ഭയന്നിരിക്കാനാണെങ്കിൽ രാജപദവിയിൽ ഇന്ത്യയിൽ തന്നെ വാഴാമായിരുന്നല്ലോ. മുന്നോട്ടുള്ള പദ്ധതികൾ വിശദീകരിക്കാൻ നീതർ നായർ തയ്യാറാണല്ലോ? ഞാൻ ഡിഫൻസ് ഓഫീസർ നീതർ നായർ. നമ്മുടെ സൈനിക വ്യൂഹ നീക്കം വിശദീകരിക്കുകയാണ്. നാം 3 വിഭാഗങ്ങളായി തിരിഞ്ഞ് ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി എന്നീ പേരുകളിൽ മുന്നോട്ട് നീങ്ങും. ഗ്രൂപ്പ് സി ആയിരിക്കും നടുവിലായി യാത്ര ചെയ്യുക. അവയിലെ ലീഡേഴ്സ് രാജാജിയും ബർക്കത്തുള്ള ഖാനുമായിരിക്കും. റഷ്യ വഴി പോകുന്ന സൈനിക വ്യൂഹത്തിൽ ഡോക്ടർ ബ്രേക്കർ, മിസ്റ്റർ ഹൈദർ എന്നിവരുടെ നേതൃത്വ പാഠവും ശ്രദ്ധേയമായിരിക്കും. എല്ലാ വിഭാഗത്തിലെ പോരാളികൾക്കും വിശദാംശങ്ങൾ മനസ്സിലായെന്ന് കരുതട്ടെ. രാജാജി. എങ്കിൽ ഓർമ്മ വയ്ക്കുക, ഓരോ കുതിരപ്പുറത്തും ഓരോ ട്രങ്ക് ബോക്സ് ഉണ്ടാകും. അവ രഹസ്യരേഖകൾ, അവശ്യവസ്തുക്കൾ എന്നിവ അടങ്ങിയതായിരിക്കണം. റഷ്യ വഴി നീങ്ങുമ്പോൾ വെല്ലുവിളികൾ നിറഞ്ഞ മൂവ്മെന്റ് ആയിരിക്കും. അപ്പോൾ മിഷൻ തുടങ്ങുകയല്ലേ? ഹൈദരലി, ഡോക്ടർ ബ്രേക്കർ, മിഷൻ ആരംഭിക്കാമല്ലോ. ശുഭകാര്യങ്ങൾക്ക് വൈകിക്കേണ്ട കാര്യമില്ലല്ലോ രാജാജി. ഓൾ ദി ബെസ്റ്റ്. ജപ്പാൻ യാത്ര ആശംസകൾ. ഡോക്ടർ ബ്രേക്കർ, രാപകൽ വിശ്രമമില്ലാതെ പാഞ്ഞ കുതിരകൾ ക്ഷീണിതരാണ്. അപ്പോ നമുക്ക് രണ്ടുപേർക്കും ഒരല്പം വിശ്രമിക്കാം. സന്ധ്യ മയങ്ങുന്നു. രാത്രിയിൽ തങ്ങാൻ സത്രങ്ങളും അന്വേഷിക്കാം. അന്വേഷിക്കുന്നതും സത്രത്തിൽ അന്തിയുറങ്ങുന്നതും നന്ന്. പക്ഷേ റഷ്യൻ സൈനികരെ കരുതിയിരിക്കണം.
ശരീരമാകെ നുറുങ്ങുന്നത് പോലെ വേദന തോന്നുന്നു. അല്പം വിശ്രമിച്ച ശേഷം യാത്ര തുടർന്നാൽ മതിയല്ലോ. കുതിരയ്ക്ക് ഭക്ഷണവും നൽകണം. വിളക്കണച്ചേക്കൂ. ഡോക്ടർ ബ്രേക്കർ, ആരായിരിക്കും പുറത്തു വന്ന് നിൽക്കുന്നത്? എന്തായാലും ഒന്നിലധികം പേരുണ്ട്. ആരാ? ബ്രേക്കർ, ഓടി രക്ഷപ്പെടൂ. സാധിക്കില്ല. റഷ്യൻ പട്ടാളം നമ്മളെ വളഞ്ഞു കഴിഞ്ഞു. സഹോദര, വാതിൽ തുറക്കാമല്ലോ. പ്രായം തന്നയാളല്ലേ ഞാൻ. തീപ്പെട്ടി കാണുന്നില്ലല്ലോ. പുലിയുടെ മേൽക്കൂര നാടൻ ഇഷ്ടകിട്ടതാണ്. ഞാൻ ഈ കല്ലെടുത്ത് മാറ്റി ഈ മുകൾ ഭാഗം പൊളിക്കാമെന്ന് നോക്കാം. ഗോപുരമുകൾ കുറെ ഭാഗം അടർത്തി മാറ്റിയിട്ടുണ്ട്. വേഗം പുറത്തു കിടക്കൂ. അപ്പോൾ താങ്കളോ? ഈ ഭാരിച്ച ശരീരം വെച്ച് ഈ ചെറിയ പടവിലൂടെ പുറത്തു കിടക്കാനാവുമെന്ന് തോന്നുന്നില്ല. നമുക്ക് ഇതിലൂടെ പുറത്തു കിടക്കൂ. പുറത്തുള്ളവരെ ഞാൻ പറഞ്ഞു നിർത്തിക്കോളാം. അടങ്ങിയിരിക്കൂ കുരുത്തം കെട്ടവരെ. ഞാനിങ്ങ് വരികയെന്നല്ലേ പറഞ്ഞത്. അവർ മാസം പറക്കുന്നതിന് മുമ്പ് പോകുമ്പോൾ തന്ത്രപ്രധാനമായി ഈ ട്രങ്ക് അതുകൂടി എടുക്കൂ. അഫ്ഗാനിസ്ഥാനിൽ ഇതെത്തിച്ചാലേ അടുത്ത ഘട്ടം സുഖം. വേഗമാകട്ടെ. തകർന്നു തുടങ്ങി. ബൈ ബൈ ഫ്രണ്ട്. നിങ്ങളുടെ യാത്ര ശുഭകരമാകട്ടെ. രാജാജിയുടെ മുഴുവൻ ഭാരതത്തോടും എന്റെ സലാം അറിയിക്കൂ. അവരിവിടെ തന്നെയുണ്ട്. രാജാജി, എനിക്ക് മാപ്പ്. നമ്മൾ ഒരുമിച്ചുള്ള ദൌത്യം ഇതുവരെ മാത്രം. ഓ ഖുദാ, ഡോക്ടർ ബ്രേക്കറെ സുരക്ഷിതമായിട്ടെത്തിക്കണേ. ഹിന്ദുസ്ഥാൻ സിന്ദാബാദ്. ഹിന്ദുസ്ഥാൻ സിന്ദാബാദ്. ഹിന്ദുസ്ഥാൻ. വേഗം വേഗം. മൈ ഫ്രണ്ട്, നിൽക്കരുത്. പരാജയമരുത്. എനിക്ക് റഷ്യൻ സൈനികരിൽ നിന്നും ഏത് വിധേന രക്ഷപ്പെട്ടേ മതിയാകും. മൈ ഗോഡ്, എന്റെ പ്രിയ കുതിരയ്ക്ക് വെടിയേറ്റു. മൈ ഫ്രണ്ട്, ഇനിയും മുന്നോട്ട് കുതിക്കൂ. നിൽക്കല്ലേ. കുറച്ചു ദൂരം കൂടി കഴിഞ്ഞാൽ നമ്മൾ ഈ റഷ്യയുടെ അതിർത്തി കടക്കും. അവിടെ തുർക്കി ഖലീഫയുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അഫ്ഗാൻ അതിർത്തിയിൽ രാജാജി കാത്തുനിൽപ്പുണ്ട്. വേഗം വേഗം. രാജാജി, രാപ്പകലുകൾ വിശ്രമമില്ലാതെ യാത്ര ചെയ്ത ക്ഷീണമുണ്ട്. ആവുന്നില്ല. സ്വാതന്ത്ര്യ മഹോത്സവത്തിൽ എല്ലാ ക്ഷീണവും മാറിപ്പോകും ബർക്കത്തുള്ള ഖാൻ. നമ്മുടെ പദ്ധതികൾ നിർവിഘ്നം പുരോഗമിച്ചാൽ താമസിയാതെ രാഷ്ട്രം സ്വാതന്ത്ര്യപ്പെടും. ആ നിമിഷങ്ങൾ ഓർക്കുമ്പോൾ ക്ഷീണമല്ല, രോമാഞ്ചമാണ് അനുഭവപ്പെടുന്നത്. വാസ്തവമാണ് രാജാജി. ദാഹം അസഹനീയമാകുന്നു. കൊടുത്ത് സൂക്ഷിച്ച വെള്ളം ഒരു തുള്ളി പോലും ഇനിയില്ല. ഉപ്പുരസമുള്ള പൊടിക്കാറ്റ് ദാഹവും ക്ഷീണവും വർദ്ധിപ്പിക്കുന്നു. അല്പമൊന്ന് ക്ഷീണമകറ്റിയാലോ? വിശ്രമമെടുക്കുന്ന ശരീരം കൂടുതൽ തളർച്ചയിലേക്ക് പോകും എന്നറിയാമല്ലോ. രാജാജി,
രാജാജി, കുതിരയെ ശരവേഗത്തിൽ ഓടിക്കൂ. റഷ്യൻ സൈനികർ എത്തുന്നു. ഓട് ഓട്, വേഗമാകട്ടെ. പിടിക്കപ്പെട്ടാൽ ജീവൻ എടുക്കുകയോ ജയിലിലടക്കപ്പെടുകയോ ആകും ഫലം. രാജാജി, രാജാജി, അതാ നോക്കൂ, അഫ്ഗാനിസ്ഥാന്റെ അതിർത്തിയിലെത്തിയിരിക്കുന്നു. അഫ്ഗാനിസ്ഥാൻ അതിർത്തിക്കുള്ളിൽ കടന്നാൽ ഈ റഷ്യൻ പടയ്ക്ക് നമ്മെ തൊടാൻ കഴിയില്ല. കുതിരകളെ പായിക്കൂ. അവരുടെ റേഞ്ചിൽ നിന്ന് പുറത്തു കിടക്കൂ. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. വേഗം, നാം അഫ്ഗാനിസ്ഥാനിൽ പ്രവേശിച്ചു കഴിഞ്ഞു. അഫ്ഗാനിസ്ഥാന്റെ അതിർത്തിയിലെത്തിയിരിക്കുന്നു. അഫ്ഗാനിസ്ഥാൻ അതിർത്തിക്കുള്ളിൽ കടന്നാൽ ഈ റഷ്യൻ പടയ്ക്ക് നമ്മെ തൊടാൻ കഴിയില്ല. കുതിരകളെ പായിക്കൂ. അവരുടെ റേഞ്ചിൽ നിന്ന് പുറത്തു കിടക്കൂ. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. വേഗം, നാം അഫ്ഗാനിസ്ഥാനിൽ ാണ് ഹിന്ദുസ്ഥാന് വേണ്ടി അഫ്ഗാൻ ചെയ്യേണ്ടത്? ഹബീബുല്ല സാഹബ്, 25,000 ജർമ്മൻ സൈനികർ ഭാരതമോചനത്തെ സഹായിക്കാൻ എത്തുകയാണ്. അവർ അഫ്ഗാൻ അതിർത്തിയിലൂടെ ഇന്ത്യൻ മണ്ണിലെത്തണം. അഫ്ഗാന്റെയും തുർക്കിയുടെയും സഹായമുണ്ടായാൽ കാര്യങ്ങൾ എളുപ്പമാകും. ശരി. സ്വതന്ത്ര ഭൂമിയിലെ വായു ശ്വസിക്കുക എന്നത് അള്ളാഹുവിന്റെ ദാനമാകുന്നു. ഈ ഉത്തമ കാര്യത്തിന് അഫ്ഗാനിസ്ഥാന്റെ പിന്തുണ തീർച്ചയായും ഉണ്ടാകും. ഞങ്ങൾ ഓരോ നിമിഷവും തയ്യാറായി നിൽക്കും. അഫ്ഗാൻ ചക്രവർത്തിക്ക് നന്ദി. ഞങ്ങൾക്ക് ഒരഭ്യർത്ഥന കൂടിയുണ്ട്. അഫ്ഗാൻ തടവറകളിലുള്ള ഇന്ത്യൻ തടവുകാരെ മാപ്പ് നൽകി മോചിപ്പിക്കണം. തീർച്ചയായും എല്ലാ ഹിന്ദുസ്ഥാനി തടവുകാരുടെയും മോചനം ഞാൻ ഉറപ്പു നൽകുന്നു. ഏറെ നന്ദിയുണ്ട്. അങ്ങയുടെ ഈ വിശാല മനസ്കതയ്ക്ക് ഹിന്ദുസ്ഥാൻ എന്നും കടപ്പെട്ടിരിക്കും. സന്നാഹങ്ങളെല്ലാം പൂർത്തിയാകുന്നവരെ അങ്ങേക്ക് അഫ്ഗാനിസ്ഥാനിൽ കഴിയാം. ഇത് ചങ്ങാതിയുടെ ഭവനമായി തന്നെ കരുതൂ. സ്വാതന്ത്ര്യത്തിലേക്ക് ഇന്ത്യ കാലെടുത്തു വയ്ക്കുന്ന സുന്ദര നിമിഷം ദർശിക്കാൻ ഞാനും ഇവിടെ ഉണ്ടാകും. അതിനായി കാത്തിരിക്കുകയാണ് ഞാൻ. സന്തോഷം. ഇന്ന് 1915 ഡിസംബർ 1. രാജാജിക്ക് ജന്മദിനാശംസകൾ. സന്തോഷം. താങ്കൾ ഇന്ന് രാത്രി 8-ന് ബാബർ പൂങ്കാവനത്തിനടുത്ത് വെച്ച് രഹസ്യമായി മുന്നേറ്റം തുടങ്ങാൻ ആഗ്രഹിക്കുകയാണല്ലോ. ഇതിൽ അഫ്ഗാൻ സേന പങ്കുകൊള്ളുമ്പോൾ ഞങ്ങൾക്കൊരു പുതിയ ദിശാബോധം കൈവരികയാണ്. ഞങ്ങളിതാ സജ്ജരായി എത്തിയിരിക്കുന്നു. ഇനി ആ രഹസ്യത്തിന്റെ ആവരണം എടുത്തു മാറ്റിക്കൂടെ? തയ്യാറെടുപ്പുകൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു ബർക്കത്തുള്ള സാഹബ്. അഫ്ഗാനികളുടെ ആതിഥ്യ മര്യാദ ആവോളം അനുഭവിച്ചു. എനിക്ക് ഈ ജനതയോട് ബഹുമാനം വർദ്ധിച്ചിരിക്കുന്നു. കാബൂളിൽ ഒരു ആസാദ് ഭാരത് രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിക്കാനുള്ള ആഗ്രഹം ഞാൻ അങ്ങയുടെ മുന്നിൽ വെക്കുന്നു. അരെ വാ, മഹത്തായ ഒരു സങ്കല്പം തന്നെ. എ പ്രൊവിഷണൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അറ്റ് കാബൂൾ, അഫ്ഗാനിസ്ഥാൻ ആസ് എ ഗവൺമെന്റ് ഇൻ എക്സൈൽ. ഇത് പ്രാവർത്തികമായാൽ ബ്രിട്ടീഷുകാരന് മുഖമടച്ചടി കൊടുക്കുന്ന പോലെ തന്നെ. ഇതോർക്കുമ്പോൾ എന്റെ മനസ്സ് ആനന്ദ നൃത്തമാടുന്നു. രാജാജി, ഹിന്ദുസ്ഥാന്റെ താൽക്കാലിക സ്വതന്ത്ര ഭരണകൂടം പ്രവാസികളുടേതായി അഫ്ഗാനിൽ രൂപം കൊള്ളുമ്പോൾ അതിനൊരു ഗരിമയുള്ള പേരുകൂടെ നിശ്ചയിക്കൂ. ഒപ്പം ഈ സർക്കാരിൽ ചുമതലയേൽപ്പിക്കാൻ സാധ്യതയുള്ളവരെ കൂടെ വ്യക്തമാക്കിയാലും. ഈ നിയുക്ത സർക്കാരിന്റെ പേര് ആസാദ് ഹിന്ദ് സർക്കാർ എന്നായിരിക്കും. ആസാദ് ഹിന്ദ് സർക്കാർ. ആസാദ് ഹിന്ദ് സർക്കാർ. ചുമതലകൾ ഏതൊക്കെയെന്ന് ഇതിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനൊരു വട്ടം വായിച്ചു നോക്കട്ടെ. ആസാദ് ഹിന്ദ് സർക്കാർ ഇന്ത്യയുടെ പ്രഥമ കെയർടേക്കർ ഗവൺമെന്റ്. ഇത് താൽക്കാലികമായി ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനായി പ്രവർത്തിക്കും. രാഷ്ട്രപതിയുടെ സ്ഥാനത്ത് മഹേന്ദ്ര പ്രതാപ് സിംഗ് ആയിരിക്കും. കൺഗ്രാറ്റുലേഷൻസ് രാജാജി. താങ്ക്സ് നീരജ് നായർ. പ്രധാനമന്ത്രിയായി വരുന്നത് മൌലാന ബർക്കത്തുള്ള ഖാൻ ആയിരിക്കും. അഫ്ഗാൻ ജയിലിൽ നിന്നും മോചിതനായ മുഹമ്മദ് ഉബൈദുള്ള സിന്ധി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യും. ശ്രീ റഹമത്ത് അലി തക്രിയയെ വാർത്താവിനിമയ വകുപ്പ് ഏൽപ്പിച്ചാൽ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടും. ബഷീർ അഹമ്മദിന് യുദ്ധവകുപ്പ് നൽകാൻ ഉദ്ദേശിക്കുന്നു. ചെമ്പകരാമൻ പിള്ളയെ വിദേശകാര്യമന്ത്രിസ്ഥാനത്ത് നാമനിർദ്ദേശം ചെയ്യുന്നു. ഇവിടെ ഈ കാബൂളിൽ ആസാദ് ഹിന്ദ് സർക്കാരിന്റെ വിവിധ മന്ത്രാലയങ്ങൾ നിർമ്മിക്കണം. സെക്രട്ടേറിയറ്റും ഉണ്ടാകും. ഈ ഗവൺമെന്റിന് കീഴിൽ 20,000 സൈനികരുൾപ്പെട്ട സൈന്യവുമുണ്ടാവും. ആസാദ് ഹിന്ദ് സർക്കാർ സിന്ദാബാദ്. ആസാദ് ഹിന്ദ് സർക്കാർ സിന്ദാബാദ്.
ഗുഡ് മോർണിംഗ് ജോർജ് ബെഞ്ചമിൻ. ലോർഡ് ബിൻഡോ ഇന്ത്യയിൽ ഭരണം നടത്താൻ കേപ്പുള്ള ഒരു വ്യക്തിയെന്നാണ് ഞങ്ങൾ കരുതിയത്. പക്ഷേ ആ ധാരണ തെറ്റിപ്പോയിരിക്കുന്നു. ഈ ലെറ്റർ ഒന്ന് വായിച്ചതു. ധീരരായ ദേശവാസികളെ, ഇന്ത്യയുടെ ഒരു താൽക്കാലിക ഗവൺമെന്റ് ആസാദ് ഹിന്ദ് സർക്കാർ അഫ്ഗാനിസ്ഥാനിൽ നിലവിൽ വന്നുകഴിഞ്ഞു. രാജാ മഹേന്ദ്ര പ്രതാപ് സിംഗ് രാഷ്ട്രപതിയും മൌലാന ബർക്കത്തുള്ള ഖാൻ പ്രധാനമന്ത്രിയും മൌലവി ഉബൈദുള്ള ആഭ്യന്തരമന്ത്രിയുമായിരിക്കും. ബ്രിട്ടീഷുകാരന്റെ ഉറുക്കുമുഷ്ടിയിൽ നിന്ന് ഭാരതീയർക്ക് മോചനം നേടിക്കൊടുക്കുക തന്നെയാണ് ലക്ഷ്യം. ധൈര്യശാലികളായ ഭാരത മക്കളെ, ബ്രിട്ടീഷുകാരെ നാട്ടിൽ വെച്ചു തന്നെ ഉന്മൂലനം വരുത്താൻ മടിക്കരുത്. ടെലിഫോൺ ലൈനുകളും റെയിൽപാതകളും നശിപ്പിച്ച് നമ്മുടെ പ്രതികാരം തുടങ്ങിവെക്കുക. ഓ മൈ ഗോഡ്! ഈ വിവരക്കേട് നിർത്ത്. ഈ കത്തുകള് ഇന്ത്യയിലെത്തിക്കൂടാ. രാജാ മഹേന്ദ്ര പ്രതാപ് സിംഗിന്റെ വസ്തുവകൾ ഒന്നൊഴിയാതെ കണ്ടുകിട്ടുക ഉടൻ. ഇനിയും പ്രചരിക്കപ്പെട്ടിട്ടുള്ള ആസാദ് ഹിന്ദ് ഗവൺമെന്റിന്റെ കത്തുകൾ കൂട്ടമായി പിടിച്ചെടുത്ത് നശിപ്പിക്കുക. ജനങ്ങളെ പിടിച്ച് ജയിലടയ്ക്കുക, തൂക്കിലേറ്റുക. സോറി മൈ ലോർഡ്, ഈ കത്തുകൾ കണ്ട് ഭയക്കേണ്ട കാര്യമേയില്ല. ഇഡിയറ്റ്! യൂറോപ്പിലെ ഓരോ ഭാരതീയനിലും വിപ്ലവോയരം നിറച്ച രാജാ മഹേന്ദ്ര പ്രതാപ് സിംഗിനെ നിങ്ങൾ വില കുറച്ച് കാണരുത്. കരുത്തരായ ബ്രിട്ടീഷ് എതിരാളികളെ ഒപ്പം നിർത്തുന്നതിൽ അവർ വിജയിച്ചാൽ ഇന്ത്യ ഒന്നടങ്കം അവർക്ക് പിന്നിൽ അണിനിരക്കും. എന്നിട്ടും വൈസ്രോയ് ഭയപ്പെടേണ്ട എന്ന പല്ലവി മാത്രം. സ്റ്റുപ്പിഡ്! ഇങ്ങനെയുള്ള തന്ത്രശാലികളെയാണ് സൂക്ഷിക്കേണ്ടത്. സ്വന്തം നാട് സ്വതന്ത്രമാക്കാൻ അവരെന്തും ചെയ്തു കളയും. റഷ്യ, തുർക്കി, ജർമ്മനി ഇവരൊക്കെയുമായി സഖ്യത്തിനൊരുങ്ങുകയാണ്. യുദ്ധത്തിനുള്ള പ്ലാനിംഗ് നടന്നു കഴിഞ്ഞു. താങ്കൾക്ക് ഇനിയും ആശങ്കയില്ലല്ലേ? Stop this nonsense. Now you get out. Get out! ഡോക്ടർ ചെമ്പരാമൻ പിള്ള, എന്താണ് സംഭവിച്ചത്? ഇറാനിലേക്ക് പുറപ്പെട്ട ദൌത്യസംഘത്തിലെ 2 പ്രതിനിധികളെ ബ്രിട്ടീഷുകാർ തോക്കിനിരയാക്കി. ബർക്കത്തുള്ള സാഹിബ്, ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വാർത്ത തന്നെ. അതെ, മറ്റൊരു വാർത്ത കൂടിയുണ്ട്. ആസാദ് ഹിന്ദ് സർക്കാരിന്റെ കത്തുകൾ പ്രചരിപ്പിച്ച വിപ്ലവകാരികളായ യുവാക്കളെ ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്തു. ചിലരെ ജയിലിലടച്ചു, ചിലരെ വധശിക്ഷക്കിരയാക്കി. രാജാജി, മറ്റൊരു ദുഃഖവാർത്ത കൂടിയുണ്ട്. റഷ്യയിലേക്ക് പോയ നമ്മുടെ ഏജന്റ് കൂറുമാറി. അതുകൊണ്ട് തന്നെ താഷ്കന്റിൽ വച്ച് ഡോക്ടർ മധുര സിംഗിനെയും സഹായിയെയും തടവിലാക്കിയിരിക്കുകയാണ്. അവരെ ബ്രിട്ടീഷുകാർക്ക് കൈമാറി. ഡോക്ടർ മധുര സിംഗിനെ തൂക്കിലേറ്റിയതായിട്ടാണ് റിപ്പോർട്ട്. കാലം വളരെ പെട്ടെന്ന് മാറിക്കഴിഞ്ഞു. ശുഭകരമായ മാറ്റമല്ല, നമ്മുടെ പരിശ്രമങ്ങൾക്ക് തുടക്കത്തിലെ തിരിച്ചടിയാണല്ലോ. വിധി സമയത്തിന്റെ പ്രവാഹത്തെ മാറ്റിമറിക്കരുത്. ഇത്രയും വർഷത്തെ പരിശ്രമങ്ങളും പ്രതീക്ഷകളും മങ്ങുകയാണ്. രാജാജി, വിഷമിക്കരുത് രാജാജി. വിപ്ലവകാരികൾക്ക് തോൽവിയില്ല എന്ന് അങ്ങ് തന്നെയല്ലേ പറയാറുള്ളത്? നടക്കൂ. ഗുഡ് മോർണിംഗ് ഡോക്ടർ ചെമ്പരാമൻ പിള്ള. അഫ്ഗാനിൽ നിന്നുള്ള വാർത്തകളും ആശാവഹമല്ല. അമീർ ഹബീബുള്ളയെ ഉറക്ക സമയത്ത് വെടിവെച്ചു കൊന്നു. ഇതിനു പിന്നിൽ അഫ്ഗാൻ പ്രധാനമന്ത്രി നസറുള്ള ഖാൻ തന്നെയാണ് എന്ന് ഏതാണ്ട് വ്യക്തമായിട്ടുണ്ട്. ഈശ്വരൻ ഓരോന്നായി കേൾപ്പിച്ചിരുന്നതെല്ലാം അശുഭവാർത്തകൾ തന്നെയാണല്ലോ. ഇനി എന്താണാവോ കേൾക്കാനിരിക്കുന്നത്? ഏതായാലും 1919 അഫ്ഗാൻ പോരാട്ടത്തിൽ ഇംഗ്ലീഷുകാർക്ക് വിജയിക്കാനായില്ല. പക്ഷേ ഇന്ത്യയിൽ നിന്നും ഇംഗ്ലീഷുകാരെ പുറത്താക്കാനുള്ള നമ്മുടെ സ്വപ്നം ഇന്നും പാതി വഴിയിൽ തന്നെ. അമീർ അമാനുള്ള ഖാനും ബ്രിട്ടീഷുകാരും സന്ധിക്കൊരുങ്ങുകയാണ്. ഇനിയിപ്പോൾ കാബൂൾ കേന്ദ്രമാക്കി ആസാദ് ഹിന്ദ് സർക്കാരിന് പ്രവർത്തിക്കാനാകില്ല. ലോകയുദ്ധാനന്തരം ജർമ്മനിയും ദുർബലമായിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ ആസാദ് ഹിന്ദ് ഗവൺമെന്റ് പിരിച്ചുവിടുന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു. ആരാണത്?
കടന്നു വരൂ. ചെറിയച്ഛ, അങ്ങയുടെ കാൽ തൊട്ട് ഞാൻ വണങ്ങുന്നു. ഇതെന്തു കോലമാണ് നിന്റേത് രാജാജി? ഞാൻ സുഖമായിട്ടിരിക്കുന്നു ചെറിയച്ഛ. നിരാശയുണ്ടെങ്കിലും പ്രതീക്ഷ തീരെ കൈവിട്ടിട്ടില്ല. എവിടെയൊക്കെ നിന്നെ തിരക്കി ജനീവയിലുണ്ടെന്ന് വിവരം കിട്ടി പുറപ്പെട്ടതാണ്. നമുക്ക് മടങ്ങിപ്പോകാം. ഭാര്യാപിതാവ് ജീന്ദു രാജാവ് വൈസ്രോയുമായി ചർച്ച ചെയ്തിട്ടുണ്ട്. നീ തെറ്റേറ്റു മാപ്പ് പറഞ്ഞാൽ മതി. മറ്റു നാടുകളിൽ അലഞ്ഞുതിരിയുന്ന ദിനങ്ങൾ ഇനി നിനക്കുണ്ടാകില്ല. നിന്റെ സ്വത്തുവകകളും അധികാരവും തിരികെ കിട്ടും. ചെറിയച്ഛ, അഫ്ഗാൻ, ജർമ്മനി, റഷ്യ തുടങ്ങിയ സഖ്യരാജ്യങ്ങളുമായി വിശ്വാസവഞ്ചന ഞാൻ കാണിക്കില്ല. നിങ്ങളുടെ ആസാദ് ഹിന്ദ് സർക്കാർ തകർന്നുപോയില്ലേ? പക്ഷെ എന്റെ നിശ്ചയദാർഢ്യം ഇന്നും ഉറച്ചു തന്നെ. നിനക്ക് നിശ്ചയദാർഢ്യമുണ്ടെന്ന് എനിക്കറിയാം. അനുകൂലമായ സാഹചര്യം ഇന്ന് തീരെയില്ല. അപ്പോൾ ഭാവി പരിപാടികൾ? ജപ്പാനിലേക്ക് പോകണം. റാസ് ബിഹാരി ബോസ്, ആനന്ദ് മോഹൻ സഹായ് എന്നീ ആത്മസുഹൃത്തുക്കൾ അവിടെയുണ്ട്. അവിടെ വെച്ച് പുതിയ മാർഗങ്ങൾ ഒത്തുവരാതിരിക്കില്ല. ചെറിയച്ഛൻ ഇന്ത്യയിലേക്ക് മടങ്ങിപ്പോയാലും, പക്ഷേ നാട്ടിലെല്ലാവരോടും എന്റെ വന്ദനം അറിയിച്ചാലും. രാജാജി എന്താണ് എഴുതുന്നത്? റാസ് ബിഹാരി ബോസ്, ആനന്ദ് മോഹൻ, എന്റെ പ്രിയ സുഹൃത്തുക്കളെ, വരൂ വരൂ വരൂ, ആസനസ്ഥരാകൂ. രണ്ട് വിപ്ലവകാരികളും ഒരുമിച്ചെത്തിയെങ്കിൽ തീർച്ചയായും എന്തെങ്കിലും ഗൌരവ ചർച്ച ഉണ്ടാകുമെന്ന് ഉറപ്പാ. 2 കാര്യങ്ങൾ പറയാനുണ്ട്. ആനന്ദലബ്ധിക്കുള്ളതല്ല. പറയൂ, കേൾക്കട്ടെ. അങ്ങയുടെ നാട്ടിലേക്ക് മടങ്ങാനുള്ള അപേക്ഷ ബ്രിട്ടീഷ് സർക്കാർ നിരസിച്ചുകൊണ്ടുള്ള മുദ്രയാണ് പതിച്ച് തിരിച്ചയച്ചിരിക്കുന്നത്. തീർച്ചയായും നല്ല വാർത്തയല്ല. നാട്ടിലെത്തി ഗാന്ധിജിയെ കണ്ട് യുദ്ധത്തിനു പകരമാവില്ല അഹിംസയും സത്യാഗ്രഹവുമെന്ന് ഇനി എനിക്ക് ബോധ്യപ്പെടുത്താനാവില്ല. രാജാജിയുടെ വസ്തുവകകളും തിരിച്ചു തരാനുള്ള ഹർജികളും നിരസിക്കപ്പെട്ടു. ഈ ദുഃഖം താങ്ങാനാകാതെ ചെറിയച്ഛൻ ഹൃദയവേദന വന്ന് മരണമടഞ്ഞു. കുറച്ചു നിമിഷങ്ങൾ ഞാൻ ഏകാന്തതയിലിരിക്കട്ടെ. ഭാരതം ഇന്നും സ്വാതന്ത്ര്യത്തിന്റെ ലോകത്തെത്തിയിട്ടില്ല. പക്ഷേ നിരാശ പാടില്ല, ക്ഷീണം പാടില്ല. കാലം നമ്മെ പരീക്ഷിച്ചെന്ന് വരും. ഇന്ന് 1940 നവംബർ 20. ഇന്ന് ടോക്കിയോയിൽ ഹിന്ദുസ്ഥാനി അധിശാസി ബോർഡ് രൂപീകരിക്കപ്പെടുകയാണ്. ഇറ്റലി, ജർമ്മനി, ജപ്പാൻ എന്നീ രാജ്യങ്ങളിലെ പ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും ഈ അവസരത്തിൽ ഒരുമിച്ച് കൂടുന്നുണ്ട്. ഭാരത സ്വാതന്ത്ര്യത്തിനു വേണ്ടി സഹായം നൽകുമെന്ന് ഈ രാജ്യങ്ങൾ സമ്മതിച്ചു കഴിഞ്ഞു. ഹിന്ദുസ്ഥാനി അധിശാസി ബോർഡിന്റെ അധികാരികളിൽ രാജാ മഹേന്ദ്ര പ്രതാപ് സിംഗ് അധ്യക്ഷനായിരിക്കും. റാസ് ബിഹാരി ബോസ് ഉപാധ്യക്ഷനായിരിക്കും. ആനന്ദ് മോഹൻ ജനറൽ സെക്രട്ടറിയുടെ ചുമതല വഹിക്കും. ഇവരെ കൂടാതെ ജർമ്മനി, ജപ്പാൻ, ഇറ്റലി എന്നീ രാജ്യങ്ങളിലെ പ്രതിനിധികൾ ഉപദേശക സമിതി അംഗങ്ങളാകും. ഇതിനു പുറമെ ഭരണഘടനയും തയ്യാറാക്കിയിരിക്കുകയാണ്. ജപ്പാൻ പ്രധാനമന്ത്രി മിസ്റ്റർ ടോജോയോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഉപദേശവും പിന്തുണയും ലഭിച്ചതിനാലാണ് ആസാദ് ഹിന്ദ് ഫൌജിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഞാൻ പ്രാപ്തനായത്. എത്രയും വേഗം നാം ബ്രിട്ടീഷ് അധികാരം ഇന്ത്യയിൽ നകറ്റാനുള്ള ഏറ്റുമുട്ടൽ ആരംഭിക്കും. ആസാദ് ഹിന്ദ് ഫൌജിന്റെ പേരിൽ ബ്രിട്ടന്റെ ഹൃദയം പിളരും. ഹിന്ദുസ്ഥാൻ സിന്ദാബാദ്, ഹിന്ദുസ്ഥാൻ സിന്ദാബാദ്, ഹിന്ദുസ്ഥാൻ സിന്ദാബാദ്, ഹിന്ദുസ്ഥാൻ സിന്ദാബാദ്. രാജാജി ആസാദ് ഹിന്ദ് ഫൌജിന്റെ നേതൃസ്ഥാനത്തിരിക്കുന്നത് ജപ്പാനെ സംബന്ധിച്ചിടത്തോളം വളരെ അപകടകരമായ കാര്യമാണ്. താങ്കളുടെ ആശങ്ക അസ്ഥാനത്താണ് ജപ്പാനി ഓഫീസർ. നിങ്ങൾ ജപ്പാൻ പൌരന്മാരാണ്. റഷ്യയുമായുള്ള നിങ്ങളുടെ സഖ്യവും ലെനിനുമായുള്ള കൂടിക്കാഴ്ചയുമാണ് പ്രശ്നം. 2ാം യുദ്ധത്തിലേക്ക് റഷ്യയും ചേർന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആസാദ് ഹിന്ദ് ഫൌജിന്റെ സേനാ പ്രമുഖനായി താങ്കൾ ഇരിക്കുന്നത് ആത്മഹത്യാപരമാണ്. അപ്പോൾ ആസാദ് ഹിന്ദ് ഫൌജ് ജപ്പാന്റെ ആജ്ഞാനുവർത്തികളാവണമെന്നാണോ? പരസ്പരം തർക്കിക്കാനുള്ള സമയമല്ലിത്. ആസാദ് ഹിന്ദ് ഫൌജിന്റെ നേതൃത്വം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ് റാസ് ബിഹാരി. എന്നെയോ? ഞാനതിന് യോഗ്യനല്ലല്ലോ. നിങ്ങളത് ഏറ്റെടുക്കൂ. ഞങ്ങൾ രണ്ടുപേരുടെയും പൂർണ്ണ സഹകരണം ഉണ്ടാകും. അത് പക്ഷേ നമ്മുടെ തത്വങ്ങൾക്ക് വിരുദ്ധമല്ലേ? നമുക്കിപ്പോൾ മറ്റൊരു മാർഗം. ആസാദ് ഹിന്ദ് ഫൌജിന്റെ സേനാ പ്രമുഖനായി താങ്കൾ ഇരിക്കുന്നത് ആത്മഹത്യാപരമാണ്. അപ്പോൾ ആസാദ് ഹിന്ദ് ഫൌജ് ജപ്പാന്റെ ആജ്ഞാനുവർത്തികളാവണമെന്നാണോ? പരസ്പരം തർക്കിക്കാനുള്ള സമയമല്ലിത്. ആസാദ് ഹിന്ദ് ഫൌജിന്റെ നേതൃത്വം
ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ് റാസ്ബിഹാരി. എന്നെയോ? ഞാനതിന് യോഗ്യനല്ലല്ലോ. നിങ്ങളത് ഏറ്റെടുക്കൂ. ഞങ്ങൾ രണ്ടുപേരുടെയും പൂർണ്ണ സഹകരണം ഉണ്ടാകും. അത് പക്ഷേ നമ്മുടെ തത്വങ്ങൾക്ക് വിരുദ്ധമല്ലേ? നമുക്കിപ്പോൾ മറ്റൊരു മാർഗം. ഒപ്പം ബന്ദികളാക്കപ്പെട്ട സൈനികരിൽ വിപ്ലവത്തിന്റെ തീപ്പൊരികൾ ഊതി ഉണർത്തുകയും ചെയ്തു. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന അദ്ദേഹത്തിന്റെ ആഹ്വാനം ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ബ്രിട്ടീഷുകാർ സ്വയം ഇന്ത്യ വിട്ടുപോകും എന്ന ആശ വേണ്ട. ഭാരതത്തിലുടനീളം സ്വാതന്ത്ര്യം നിറയണമെങ്കിൽ സ്വയം യുദ്ധത്തിനിറങ്ങണം. അടുത്തുതന്നെ ആസാദ് ഹിന്ദ് സേന ജപ്പാൻ സൈന്യത്തോടൊപ്പം ചേർന്ന് ഇംഫാൽ വരെ എത്തിയിരിക്കുന്നു. മണിപ്പൂരിൽ ത്രിവർണ പതാക ഉയർത്തുകയും ചെയ്തു. എന്തായാലും നല്ലത് സംഭവിച്ചു. നമ്മുടെ മാതൃരാജ്യം വരെ എത്തി. ഉടൻ തന്നെ ദില്ലിയിലുമെത്തും. സഭാഷ് സുഭാഷ്. ശക്തമായ പേമാരി തുടങ്ങിയതിനാൽ സൈനികർക്ക് കോളറ, മലേറിയ തുടങ്ങിയ പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ചിരിക്കുകയാണ്. ആസാദ് ഹിന്ദ് സേനാംഗങ്ങളുടെ പോരാട്ട വീര്യത്തെ ഇത് ബാധിച്ചിട്ടുണ്ട്. വർദ്ധിത വീര്യത്തോടെ മുന്നേറുന്ന ബ്രിട്ടീഷ് സേനയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് ആവുന്നില്ല. തത്ഫലമായി ആസാദ് ഹിന്ദ് സേനയിലെ അനേകം സൈനികർ കൊല്ലപ്പെട്ടു. ശേഷിച്ചവരെ ബ്രിട്ടീഷുകാർ ബന്ദികളാക്കുകയും ചെയ്തു. ഇപ്പോൾ ലഭിച്ച വിവരം, ആസാദ് ഹിന്ദ് സേനയുടെ നേതാവ് സുഭാഷ് ചന്ദ്രബോസ് ജപ്പാനിലേക്കുള്ള യാത്രാമധ്യേ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടു. ഈശ്വര, സുഭാഷ് ചന്ദ്രബോസ് വീരഗതി പ്രാപിച്ചിരിക്കുന്നു. വിപ്ലവ നായകൻ നമ്മെ വിട്ടുപോയി. വിപ്ലവത്തിന്റെ പാതയിൽ സന്തോഷത്തിന് ഇത്രയേ ആയുസുള്ളൂ. എല്ലാം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. യുദ്ധം തീരുന്നതുവരെ നമുക്കിനി ഒളിവിൽ പോയേ മതിയാകൂ. അല്ലെങ്കിൽ ഈ ദേശസ്നേഹികളെ തുറങ്കിലടയ്ക്കും. ഓടി ഓടി തളർന്നു കഴിഞ്ഞു. എന്റെ മാതൃരാജ്യമേ, എനിക്കിന്ന് നിന്നെ കാണാനാകും. മധുര റെയിൽവേ സ്റ്റേഷനിൽ എന്താണ് ഇത്ര ഒരുക്കങ്ങളും ആഘോഷവും? അറിയില്ലേ, ഈ വരുന്ന ട്രെയിനിൽ രാജാജി മടങ്ങിയെത്തുന്നു എന്ന്. നമ്മുടെ രാജാജി? ആ, വിപ്ലവകാരിയെ സ്വീകരിക്കാനാണ് ഈ ഒരുക്കമെല്ലാം. 32 വർഷത്തെ വനവാസത്തിന് ശേഷമാണ് അദ്ദേഹം സ്വദേശത്തേക്ക് എത്തുന്നത്. ബ്രിട്ടീഷുകാർ തടഞ്ഞെങ്കിലും ഗാന്ധിജിയുടെ ഇടപെടൽ കാരണമാണ് അദ്ദേഹത്തിന് മടങ്ങാനായത്. അതാ നോക്കൂ, വണ്ടി വന്നു കഴിഞ്ഞു. കയ്യിൽ ഡയറിയുമായി രാജാജി കമ്പാർട്ട്മെന്റിൽ നിന്ന് ഇറങ്ങുന്നു. രാജാ മഹേന്ദ്ര പ്രതാപ് സിംഗ് കെ, രാജാ മഹേന്ദ്ര പ്രതാപ് സിംഗ് കെ. വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം. ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്. വന്ദേ മാതരം, വന്ദേ മാതരം. ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്. 32 വർഷം. 32 വർഷത്തിന് ശേഷം സ്വന്തം മണ്ണിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു. 1914 മുതൽ 46 വരെ 32 വർഷത്തെ കഥ ഒരു ദിനം കൊണ്ട് പറയുക എളുപ്പമല്ല. പക്ഷേ ഒന്നു പറയാതെ വയ്യ. മുദ്രാവാക്യം വിളിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. മുദ്രാവാക്യം വിളിയിലൂടെ വിപ്ലവം സാധ്യമല്ല. ഞാൻ പല ദേശത്തെയും വിപ്ലവം കണ്ടിട്ടുണ്ട്. പക്ഷേ ആ ദേശത്തെ സൈന്യത്തിൽ അവിടുത്തെ ജനങ്ങൾ പങ്കാളികളാവുമ്പോൾ മാത്രമേ വിപ്ലവം ജയിക്കൂ. എനിക്കെന്റെ ഭാരതത്തെ പൂർണ്ണ സ്വതന്ത്രയായി കാണും. എന്റെ ഈ ദീർഘയാത്ര എന്നാലേ സാർത്ഥകമാകൂ. നിങ്ങൾ പൂർണ്ണ സ്വരാജിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ മനസ്സിലാക്കുക, സ്വാതന്ത്ര്യം ഇതാ അടുത്തെത്തിയിരിക്കുന്നു. സ്വാതന്ത്ര്യം ലഭിച്ചാലും ജാതിമത ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിച്ചാലേ അത് സംരക്ഷിക്കാൻ നമുക്കാവൂ. ഇന്നത്തേക്ക് ഇത്രമാത്രം. ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്. വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം. ദിവസങ്ങൾക്ക് ശേഷം രാജ്യം സ്വതന്ത്രമായി. അറിയുന്നവരും അറിയപ്പെടാത്തവരുമായ ലക്ഷക്കണക്കിന് വിപ്ലവകാരികളുടെ സഹനത്തിന്റെയും ജീവത്യാഗത്തിന്റെയും ഫലമായി സ്വതന്ത്ര ഭാരതം പിറവിയെടുത്തു. സ്വതന്ത്ര ഇന്ത്യയുടെ മണ്ണിൽ ചവിട്ടി നിന്ന് ശ്വാസോച്ഛ്വാസമെടുക്കണമെന്ന രാജാ മഹേന്ദ്ര പ്രതാപ് സിംഗിന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചു. എണ്ണമറ്റ സമരങ്ങൾക്ക് അർത്ഥമുണ്ടായി. എങ്കിലും വരും നാളുകളിൽ ഓരോ സേനാനിയുടെയും കഥ അറിയപ്പെടാത്ത കഥകളായി തന്നെ മണ്ണിൽ അവശേഷിക്കും. 1979-ൽ
രാജാ മഹേന്ദ്ര പ്രതാപ് സിംഗ് വീരമൃത്യു വരിച്ചു. അവസാന ശ്വാസം വരെ അദ്ദേഹം ഭാരതത്തിനും ഭാരതീയർക്കും വേണ്ടിയാണ് ജീവിച്ചത്. ആയുസ്സിലെ 32 വർഷത്തോളം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി തപസ്സനുഷ്ഠിച്ച് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിക്കായി കുടുംബസ്വത്തായ സ്വന്തം മണ്ണ് ദാനം ചെയ്ത, ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യമെന്ന സ്വപ്നം ഓരോ ഹൃദയത്തുടിപ്പിലും തിരമാലയലകൾ പോലെ സൂക്ഷിച്ച് ആ ധീരനായ പോരാളിയെ നമുക്ക് മറക്കാനാകുമോ? കഴിയില്ല, ഒരിക്കലും കഴിയില്ല. വെറുതെയെങ്ങും ലഭിച്ചതല്ലീ സ്വതന്ത്ര ഭാരതം, വിലയായി നൽകി വീരപുത്രർ സ്വന്തം രക്തവും. മാതൃഭൂമി വിളങ്ങിടട്ടെ സ്വതന്ത്രയായി തന്നെ, മാറി മാറി വന്നിടും തലമുറകളിനിയും. നാം ഇന്നു കാണും നാളെയുണ്ടാകുകയില്ലെന്നാൽ വിളങ്ങിടട്ടെ ഭാരതം ഉജ്ജ്വലയായി, വിളങ്ങിടട്ടെ ഭാരതം ഉജ്ജ്വലയായി. ദേശീയ നാടക പരിപാടിയിൽ തൃശൂർ നിലയം അവതരിപ്പിച്ച നാടകം മഹാനായ പോരാളി രാജാ മഹേന്ദ്ര പ്രതാപ് സിംഗ്. മൂലരചന ആകാശ് പാഠക്, മലയാള പരിഭാഷ ശശീന്ദ്രൻ AP. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: രാജാ മഹേന്ദ്ര പ്രതാപ് സിംഗ് ശ്രീമൂലനഗരം പുന്നൻ, ജീന്ദ് രാജാവ് ജർമ്മൻ ചക്രവർത്തി വില്യം കൈസർ, ഹൈദർ ജോർജ് അഞ്ചാമൻ ചക്രവർത്തി, MK കൃഷ്ണൻ പോറ്റി, മദൻ മോഹൻ മാളവ്യ, ഹരിശ്ചന്ദ്രൻ അഫ്ഗാൻ ചക്രവർത്തി ഹബീബുള്ള, ഡോക്ടർ ചെമ്പകരാമൻ പിള്ള, ഹരീഷ് ബാൽ, സേഠ് ഭക്തരാജ്, വീരേന്ദ്ര ചട്ടോപാധ്യായ, നീതർ നായർ, വേണുഗോപാലൻ PV, ഡാംപിയർ ഡോക്ടർ ബ്രേക്കർ, റാസ് ബിഹാരി ബോസ്, പ്രദീപൻ മുല്ലനേഴി, ബലദേവ് വൈസ്രോയ് ലോർഡ് മിന്റോ, സലാം കക്കേരി, മൌലാന ബർക്കത്തുള്ള ഖാൻ, ആനന്ദ് മോഹൻ, ഷിബു മച്ചാൻ, ഒപ്പം AE വാമനൻ നമ്പൂതിരി, രാജേഷ് വിശ്വംഭരൻ, YS പൌർണമി എന്നിവരും. സംവിധാനം YS പൌർണമി, നിർവഹണം K ഉഷ, നിർവഹണ സഹായം നീത സജീവ്, അവതരണം ആകാശവാണി തൃശൂർ നിലയം.